നമസ്കാരം. സൺഡേ എഡിറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ബോക്സ് എനിക്ക് കിട്ടിയത് ഒരു 3 വേ ബോക്സാണ്. വിൻറ്റേജ് ബോക്സാണ്. ഒരു 10-25 വർഷത്തോളം പഴക്കമുള്ളതാണ്. പ്രത്യേകിച്ചൊരു ബ്രാൻഡെന്ന് പറയാൻ അറിയില്ല. കാരണം ഇത് എനിക്ക് തോന്നുന്നത് ആ ഒരു സമയത്തൊക്കെ ഉണ്ടായിരുന്ന ഇപ്പോൾ ഉള്ള ലോക്കൽ ബ്രാൻഡ് പോലെ അല്ലെങ്കിൽ ഉണ്ടായിരുന്ന സാധനമാണ്. പക്ഷേ നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് എനിക്ക് കിട്ടി. ഇത് വർക്കെല്ലാം ചെയ്ത് ഫിനിഷ് ചെയ്തപ്പോൾ നല്ല ക്വാളിറ്റി വർക്ക് എനിക്ക് കിട്ടി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മൊത്തം ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം ഈ 2 ബോക്സ് നിങ്ങൾക്കുള്ളതാണ്. അതായത് എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനുള്ളതാണ്. അത് ഒരു എന്താ പറയുക, ഒരു മിതമായിട്ടുള്ള ഒരു റേറ്റിൽ ഞാനിത് തരുന്നതായിരിക്കും. അപ്പം താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാൻ കൊടുത്തിരിക്കുന്ന സെൻറ്റേഴ്സിൻ്റെ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ വർക്ക് നമുക്കൊന്ന് തുടങ്ങാം. അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അഴിച്ചെടുക്കാം. സ്ക്രാപ്പിൽ നിന്ന് കിട്ടിയതായതുകൊണ്ട് തന്നെ നല്ല എന്താ പറയുക, നല്ല ഒരു പണി ഇതിനകത്ത് വേണ്ടി വരും. കാരണം ഇതിൻ്റെ സ്പീക്കേഴ്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വർക്കിംഗ് ആകുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഊഫർ വർക്കിംഗ് ആകുന്നു, ട്യൂട്ടർ വർക്കിംഗ് ആകുന്നില്ല. ഈ തുരുമ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. ഞാൻ വയറുകളൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം പുതിയ വയറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കണം. വയറൊക്കെ അത്ര പോരാ, വയറൊക്കെ പോയി. ഇനിയിപ്പം പുതിയ വയറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് കൊടുക്കണം. ഇതിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ഇഞ്ചിൻ്റെ വൂഫറും ഒരു 4 ഇഞ്ചിൻ്റെ മിഡ് റേഞ്ച്, പിന്നെ വരുന്നത് ഒരു ട്യൂട്ടർ, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ക്രോസ് ഓവറും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ട്യൂട്ടർ ഇട്ടാണ്, അതായത് ട്യൂട്ടറിൻ്റെ ഇതും മിഡ് റേഞ്ചിനും അപ്പോൾ ഒരു കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2.2 മൈക്രോ ഫാരഡിൻ്റെ കപ്പാസിറ്റർ ഇട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ സ്പെയറൊക്കെ ഞാൻ അഴിച്ചൊന്ന് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി ഒന്നെടുക്കണം. അതിനുശേഷം ഞാൻ ബോക്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. നല്ല ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ബോക്സ് എല്ലാം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു വീഡിയോയുടെ ലെങ്ത് മാക്സിമം കുറയ്ക്കാൻ വേണ്ടി ഈ പെയിൻറ്റ് ചെയ്യുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഇതൊക്കെ ഒന്ന് പോളിഷ് ചെയ്യുന്നതൊക്കെ ഉണ്ടായിരുന്നു. ഞാനതൊന്നും ബോക്സിൻ്റെ ആ വിനയിൽ ഇപ്പോൾ ഇത് നിലവിലുള്ളതൊക്കെ ഞാൻ ഒന്ന് പോളിഷ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആ ഫ്രണ്ട് ആ ഒരു പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഡാമേജ് പോലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ പഴയ വുഡായതുകൊണ്ട് തന്നെ ചെറിയ കുത്തലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ഒരു വിനയിൽ സ്റ്റിക്കർ ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ വിനയിൽ ചെയ്ത് എഴുതണ ഫ്രണ്ട് നല്ല ഒരു വൃത്തി കിട്ടും. നല്ല രീതിയിൽ നല്ലൊരു ഷൈനി ആയിട്ടുള്ള ഒരു ഫിനിഷ് കിട്ടും. അപ്പോൾ അതിനുവേണ്ടി ഞാനതെല്ലാം ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തു. പിന്നെ ഇതിന് നെറ്റൊക്കെ ഉണ്ട് കേട്ടോ. ആ നെറ്റും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. കാരണം വീഡിയോ ഒരുപാട് ലെങ്തായി. ഇപ്പോൾ മാക്സിമം വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടി, നിങ്ങളെ ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിക്കർ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ആ ബോക്സിലേക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. സ്റ്റിക്കർ വിനയിൽ നന്നായിട്ട് തന്നെ ഒട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി ഇതൊന്ന് എന്താ പറയുക, ഈ ബബിൾസ് പോലെ ഇരിക്കുന്നതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം. അത് ലാസ്റ്റ് നിങ്ങൾക്ക് അത് മനസ്സിലാകും, നമ്മളത് ചെയ്തിരിക്കുന്നത് എത്രയും ക്ലിയർ ആയിട്ടാണെന്നുള്ള കാര്യം ലാസ്റ്റ് മനസ്സിലാകും നിങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ ബോക്സിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഞാനിനി ഇതിൻ്റെ വയറിങ് കാണിക്കുന്നില്ല. വയറിങ്ങും കൂടെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയം പോകും. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ബോക്സിൽ ഡ്രൈവേഴ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഊഫറും മിഡും ട്യൂട്ടറും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ്. കംപ്ലീറ്റ് ഞാൻ ആ ഫ്രണ്ട് പീസ് എല്ലാം പെയിൻറ്റൊക്കെ ചെയ്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ഒരു ലുക്കിലേക്ക് നമ്മുടെ ബോക്സ് മാറി. അപ്പോൾ നമ്മുടെ ഈ ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഒരു 8-4-3 ഇഞ്ചിൻ്റെ ഈ ഒരു 3 വേ ബോക്സ് വേണ്ടിയ ആളുകൾ, അല്ലെങ്കിൽ വാങ്ങാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഈ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോയുമായി ഉടനെ എത്താം. ഗുഡ് ബൈ.